ശ്രീ എം ജയചന്ദ്രൻ, ഈ ആക്ടിലേക്കും സ്റ്റാറ്റ്യൂട്ടിലേക്കൊക്കെ പോയി ഈ വിഷയത്തെ നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഇതൊരു സങ്കീർണമായ വിഷയമെന്നൊരു പ്രതീതി സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. നോക്കൂ, ഈ വിഷയം എങ്ങനെയാണ് പൊതുസമൂഹം കൈകാര്യം ചെയ്യേണ്ടതെന്ന ചോദ്യം കാലാകാലങ്ങളായി നമ്മുടെ സർവകലാശാലകളിൽ നിന്നും ഉയരുകയാണ്. ആത്യന്തികമായി സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിലേക്ക് സർവകലാശാലകളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്കറിയാം. ആ നിലയിൽ സമൂഹം ഒന്നാകെ ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളും ആ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ബിജെപിയുടെ പ്രതിനിധി ഇടതുപക്ഷത്തിന്റെ ഭീകര കേന്ദ്രമായി സർവകലാശാലകളെ മാറ്റുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതെ അസിത, ഇതൊരു വലിയൊരു, ഞാൻ പറയുക അതൊരു ഗ്രാൻഡ് ഡിസൈൻ തന്നെയാണെന്ന് പറയും ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ. കാരണം നമുക്ക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ്, സെനറ്റ് എന്നൊക്കെ പറയുമ്പോൾ പൊതുസമൂഹം കാണുന്ന അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു പവിത്രതയുണ്ട്. ആ പവിത്രതയെ അപ്പാടെ റദ്ദ് ചെയ്യുക എന്നുള്ള ബോധപൂർവമായ നടപടിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. നാളെ ഹൈക്കോടതിയിൽ ഈ കേസ് വരികയാണ്. ഈ അനിൽകുമാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ തിരിച്ച് അദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് സിൻഡിക്കേറ്റ് യോഗമാണ്. അതിനുശേഷം പിന്നീട് കുറേ നടപടിക്രമങ്ങൾ നടന്നു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ആ വിഷയം നാളെ എടുക്കുകയാണ് ഹൈക്കോടതി. അപ്പോഴാണ് നോക്കൂ, ഇന്നലെ ശനിയാഴ്ച അവിടെ ഈ അഡ്മിഷൻ്റെ ഒരു സർവൈലൻസ്, മറ്റേ മോണിറ്ററിംഗ് കമ്മിറ്റി അഡ്മിഷൻ്റെ കൂടുന്നു. ഒപ്പം മറ്റ് ചില കമ്മിറ്റികളും കൂടെ സിൻഡിക്കേറ്റ്, ഇപ്പോൾ ഈ നമ്മുടെ ഈ പാനലിലുള്ള ഡോക്ടർ ഷിജു ഖാൻ അടക്കമുള്ളവരാണ് ആ കമ്മിറ്റിയിലുള്ളത്. അവിടേക്കാണ് അവിടുത്തെ സ്റ്റാഫ് യൂണിയൻ നേതാവായ അനൂപിൻ്റെ നേതൃത്വത്തിൽ 10-25 പേര് ഇരച്ച് കയറുന്നത്. ഇവരിരിക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ച് കയറിയിട്ടാണ് ആ മിനിറ്റ്സ് അടക്കം വലിച്ചു കീറുകയാണ്. എന്നിട്ട് പിന്നീട് കേസ് പോകുന്നു. ആരാണ് കേസ് കൊടുക്കുന്നത്? മിനി ഡിജോ കാപ്പനാണ് കേസ് കൊടുക്കുന്നത്. അവരെ കയ്യേറ്റം ചെയ്തു. ആരെ? ഷിജു ഖാനും, സിൻഡിക്കേറ്റ് മെമ്പറായ ഷിജു ഖാൻ, സിൻഡിക്കേറ്റ് മെമ്പറായ മുരളി തുടങ്ങിയവർ ചേർന്ന് അവരെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞാണ് കേസ് കൊടുക്കുന്നത്. ഇവരുടെ ഈ പറയുന്ന മിനി ഡിജോ കാപ്പൻ്റെ അടക്കം അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയാണ് ഈ സിൻഡിക്കേറ്റ് എന്ന് ഓർക്കണം. ആ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്കെതിരെ ഒരു കേട്ടുകേഴ്വിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അവരുടെ വ്യക്തമായ ഒരു തെളിവുകളുമില്ലാതെ അതിലേക്ക് ചാടി പ്രവേശിച്ച് കേസ് കൊടുക്കുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. എന്തിനാണ് അങ്ങനെ കേസ് കൊടുക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും വലിയ കുഴപ്പത്തിൽ ചാടാൻ പോകുന്ന, ഒരു സംശയമില്ലാതെ ഇന്ന് ഈ ചർച്ചയിൽ ഞാൻ പറയുകയാണ്, ഏറ്റവും വലിയ കുഴപ്പത്തിൽ ചാടാൻ പോകുന്നത്, BJP-കാർ ചാടിക്കാൻ പോകുന്നത് ഈ മിനി ഡിജോ കാപ്പനെയാണ്. കാര്യം അവർക്കില്ലാത്ത അധികാരങ്ങൾ ഇവരുടെയൊക്കെ പ്രേരണയാൽ അവർ അങ്ങ് ചെയ്തു കൂട്ടുകയാണ്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥ ഇപ്പോൾ ഡോക്ടർ ഷിജു ഖാൻ അത് വിശദീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരേത് പ്ലാനിങ് ആൻഡ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നല്ലോ, ആ ഡിപ്പാർട്ട്മെൻറ്റിലടക്കം അവരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നു. അതൊക്കെ നാളെ ചർച്ച ചെയ്യപ്പെടുമായിരിക്കാം. ഏതായാലും ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് ആ സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തിക്ക്, ആ മന്യമഹതിക്ക് ഒരധികാരവുമില്ല ചെയ്ത ഒരു കാര്യങ്ങൾക്കും. ചെയ്ത ഓൺ ബിഹാഫ് ഓഫ് VC ആണ്. VCക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. VC ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? VC ചെയ്യുന്നത് ചാൻസലർക്ക് വേണ്ടിയാണ്. ചാൻസലർ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അതാണ് ഷിജു ഖാൻ പറഞ്ഞത് RSSൻ്റെ അജണ്ട എന്ന് പറഞ്ഞത്. ഈ RSSൻ്റെ അജണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആസൂത്രണം എവിടെയെന്ന് അറിയാമോ? MLA ഹോസ്റ്റലിൽ. അദ്ദേഹം പേര് പറഞ്ഞല്ലോ, ശശികുമാറിൻ്റെ. MLA ഹോസ്റ്റലാണ് ശശികുമാർ ഇന്നലെ ഇരുന്നത്. അവിടെ ഇരുന്നാണ് ആസൂത്രണം നടത്തുന്നത്. എന്നിട്ടാണ് എക്സിക്യൂഷൻ. അങ്ങനെയാണ് അവർ തള്ളിക്കയറി മിനിറ്റ്സ് വരെ വലിച്ചു കീറുന്നത്. ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും എന്തെങ്കിലും കുലുക്കമുണ്ടോ VCക്ക്? നാളെ ഹൈക്കോടതിയിൽ കേസ് വരാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാണുന്ന നടപടികളെല്ലാം ഉണ്ടാകുന്നത്.